ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പ്ലാനിങ് എന്നുള്ളതാണ്. എന്തൊരു കാര്യവും ഒരു പ്ലാനിങ്ങോട് കൂടെ നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്ന് നോക്കാം. പ്ലാനിങ് എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്ന കാര്യം എന്ന് പറയുന്നത് ടു ഡു ലിസ്റ്റാണ്. ആദ്യമൊന്നും ഞാൻ ഇങ്ങനൊന്നും ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ജസ്റ്റ് രാവിലെ എഴുന്നേൽക്കുന്നു, ഓക്കെ, നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടല്ലോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നുള്ളതൊക്കെ. പക്ഷെ നമ്മൾ കോളേജിൽ പോവുകയും പിന്നെ നമ്മൾ തേർഡ് ഇയർ ഫൈനൽ ഇയർ ഒക്കെ ആയപ്പോഴത്തേനും നമുക്ക് മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റാത്ത അത്രയും കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ വന്നു. ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആയതിനു ശേഷം ഏറ്റവും ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. എന്തൊക്കെ കാര്യങ്ങളാണ് അന്ന് എനിക്ക് ചെയ്യാനുള്ളത് എന്നുള്ളത്. നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ അവർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടല്ലേ, ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ വിചാരിക്കും ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത്. പക്ഷേ ട്രസ്റ്റ് മീ, നിങ്ങളുടെ ടു ഡു ലിസ്റ്റ് ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്രയും നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. നമുക്ക് മനസ്സിലുണ്ട്, ഓക്കെ, നമുക്ക് ഇത് ചെയ്യാനുണ്ട്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് നമ്മളൊരു ക്ലട്ടറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. എഴുതാതിരുന്നാൽ നമ്മുടെ ബ്രെയിനിന് അറിയാം ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്. പക്ഷേ ഒരു റിട്ടേൺ പേപ്പറിൽ നമ്മൾ എഴുതി വെച്ച് അത് കഴിയുമ്പം അത് ടിക്ക് ചെയ്യുന്നതിലൂടെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ ഡീക്ലട്ടർ ചെയ്യുകയാണ്. അതായത് മൊത്തത്തിൽ ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വ്യക്തമായി നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മുടെ ബ്രെയിനിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഒരു ഡേയുടെ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു റിച്വലിൽ നിന്ന് ഞാൻ പതിയെ ഒരു 10 ദിവസത്തേക്ക് പ്ലാനിങ് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി തുടങ്ങി. അതോടൊപ്പം ഇപ്പോൾ ചില മാസങ്ങളുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫാമിലി ഫങ്ഷൻസ് ഉണ്ടാവും, നമുക്ക് എക്സാംസ് ഉണ്ടാവും, അല്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ വേറെ ചെയ്യാനുണ്ടാവും. ഇതെല്ലാം കൂടി നമ്മളിങ്ങനെ മനസ്സിൽ ഇത് എന്ന് പറഞ്ഞ് ഓർത്തിരിക്കുന്നതിനേക്കാളും എത്രയും നല്ലതാണ് നിങ്ങൾ എപ്പോഴും, ഞാൻ അതിന് ഒരു ഫാൻസി ആയിട്ടുള്ള ബുക്ക് വാങ്ങണമെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. സാധാരണ ഒരു 100 പേജിൻ്റെയോ 200 പേജിൻ്റെയോ ഒരു നോട്ട് പുസ്തകം വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾ എഴുതാൻ തുടങ്ങുക. ഇന്ന് തന്നെ, ഇതിപ്പോൾ നിങ്ങൾ രാവിലെയല്ലേ കേൾക്കുന്നത്, ഇന്ന് രാവിലെ നിങ്ങളൊന്ന് ചെയ്യാത്തവരെല്ലാവരും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഒരു എന്താ പറയുന്നത്, ഒരു പുതിയ തുറവി വന്നതുപോലെയാവും ലൈഫിൽ. നമുക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പം അവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ടൈം കൺസ്യൂം. നമുക്ക് നന്നായിട്ട് വ്യത്യാസം വരും. ഒരു കാര്യം ചെയ്ത് അടുത്തത് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് കുറേ സമയം കളയുന്നതിനേക്കാളും എത്രയോ നല്ലതാണ്. അതുപോലെ നമ്മളൊരു കാര്യം ഇത് ചെയ്ത് കഴിഞ്ഞ് നമ്മളത് ടിക്കിടും. ആ ടിക്ക് ഇടുന്നതിലൂടെ നമ്മൾ ബ്രെയിൻ ഒരു റിവാർഡ് കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, നീ ഇത്രയും ചെയ്തു, നീ ഇത്രയും ഇതിൻ്റെ കഴിഞ്ഞു, ഗുഡ്. ഇപ്പം നമ്മളൊരു 10 ദിവസം ഒരു 10 കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിൽ നമുക്ക് 10ഉം ചെയ്തു തീർക്കാൻ വേണ്ടി ചില ദിവസങ്ങളിൽ പറ്റില്ല. പക്ഷേ ഒരു 6ഓ 7ഓ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഓരോന്ന് ചെയ്യുമ്പോഴും നിങ്ങൾ ടിക്കിട്ട് പോകുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ബ്രെയിനിന് അടുത്ത കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ വലിയ മോട്ടിവേഷനാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത്. ഇനി എങ്ങനെയാണ് ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കേണ്ടത്? എനിക്ക് ഇന്നത്തെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. എപ്പോഴും ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളതിനെ പ്രയോറിറ്റി ബേസിസിൽ ഒന്ന് തിരിക്കണം. ഇന്നെനിക്ക് നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളും എനിക്ക് സമയം കിട്ടിയാൽ ചെയ്യേണ്ട കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ട് അതിനെ നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നമ്മൾ ഈ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ മറ്റൊരു ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലത്തെ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പം നമ്മൾ കുറച്ച് ദിവസത്തെ പ്ലാനിങ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ വെൽ പ്ലാൻഡ് ആണ് അടുത്ത ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട്. നമുക്ക് ആ സമയത്ത് ഓടാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് വെപ്രാളപ്പെടേണ്ട ആവശ്യമോ ഒന്നും വരുന്നില്ല. അതുപോലെ നമ്മൾ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ ഒത്തിരി നന്നായിട്ട് മാറും. ബിക്കോസ്
ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം ചെയ്യാനുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മുടെ മൈൻഡ് ഓൾറെഡി രാവിലെ തന്നെ മനസ്സിലാക്കും. ഇന്ന് നീ മടി പിടിച്ചിരുന്നാൽ ഇതിൻ്റെ ഒരു ശതമാനം പോലും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ പ്രോക്രാസ്റ്റിനേഷൻ തനിയെ നമുക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ടു ഡു ലിസ്റ്റ് കൊണ്ട് എൻ്റെ ലൈഫിൽ ചേഞ്ച് വന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയും ചേഞ്ച് വന്നു എന്ന്. അത് പതിയെ പതിയെ അതൊരു ഇഷ്ടമായി മാറി. രാവിലെ എഴുന്നേറ്റാൽ ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഭാരത്തേക്കാൾ കൂടുതലായിട്ട് ഞാൻ എങ്ങനെയാണോ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുമ്പോൾ ഞാനൊരു സന്തോഷം കണ്ടെത്തുന്നത്, അതുപോലെ ടു ഡു ലിസ്റ്റ് എഴുതി അത് ടിക്ക് ചെയ്ത് രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഒന്നും കൂടെ അത് എടുത്ത് വായിക്കുമ്പോഴത്തേനും നമുക്ക് വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ട്, നമ്മൾ വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് തോന്നും. അതുപോലെ നമ്മുടെ ലൈഫിലുള്ള ഗോളുകളെ ഒരു പ്ലാനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഗോൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വിഷ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്ന് മുതൽ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നു, എന്ന് മുതൽ അതിനു വേണ്ടി നമ്മൾ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ളൊരു റുട്ടീൻ ഫോളോ ചെയ്യുന്നു, അന്ന് മുതലാണ് അത് നമ്മുടെ ലൈഫിലൊരു ഗോളായിട്ട് മാറുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു കോണ്ടൻറ് ക്രിയേഷൻ തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ച നാൾ മുതൽ ഞാൻ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു മൺഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വീക്കിലേക്കുള്ള എന്തൊക്കെ കോണ്ടൻസ്, ഏതൊക്കെയാണ് നമ്മുടെ മോർണിംഗ് കോഫി സെഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുമ്പം നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് തലേന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, ഓക്കെ നാളെ ഇതാണല്ലേ ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് സമയവും ഐഡിയാസും നമുക്ക് നന്നായിട്ട് കിട്ടും. സോ നിങ്ങളെല്ലാവരും ലൈഫിലൊന്ന് പ്ലാൻ ചെയ്തിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്ലാനിങ് നമ്മളെ ഡ്രെയിൻ ചെയ്യുന്നു എന്ന് പറയും. ഒത്തിരി പേര് പറയാറുണ്ട്, എല്ലാം ഇങ്ങനെ പ്ലാനിങ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഡ്രെയിനാണ് സംഭവിക്കുന്നത് എന്ന്. ഞാൻ ചിലവർ പറയുന്ന കേട്ടിട്ടുണ്ട്, പ്ലാനിങ് ആണ് എന്നെ ഡ്രെയിൻഡ് ആക്കുന്നതെന്ന്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് പ്ലാനിങ് നമ്മളെ ഡ്രെയിനിൽ നിന്ന് മാറ്റാനുള്ള ഒരു രീതിയാണെന്നാണ്. കാരണം നമ്മുടെ ബ്രെയിനെ ഇങ്ങനെ ഒരു ക്ലട്ടർ മോഡിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡ്രെയിൻഡ് ആവുന്നത്. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നിന്ന് അതിനോട് പറയുക, ഇതാണ് നിൻ്റെ റൂട്ട്, ഇങ്ങനെ പൊയ്ക്കോ എന്ന് പറയുമ്പം നമ്മൾ ഒത്തിരി നമുക്ക് സമയവും നമ്മളെ മൈൻഡ് നമുക്ക് ഒരുപാട് ഫ്രീ ആക്കി വെക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും. ട്രസ്റ്റ് മീ, ബിക്കോസ് പ്ലാനിങ് ഇല്ലാത്തപ്പോഴാണ് നമുക്ക് ലൈഫിൽ ടൈം കിട്ടാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ഒരു കാര്യം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഫാമിലി ടൈം കിട്ടും, കുട്ടികളുടെ കൂടെയുള്ള ടൈം കിട്ടും, ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ടൈം കിട്ടും, മീ ടൈം കിട്ടും. ഇപ്പം നമ്മൾ മീ ടൈമിനെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഈ പ്ലാനിങ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നതിൻ്റെ ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ഒരു ബിസി ഡേ ആണ് നമുക്കറിയാം, പക്ഷെ നമുക്ക് എങ്ങും എത്തുന്നില്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എങ്ങും എത്താതെയായി പോകുന്ന ഒരു സ്റ്റേജിലോട്ട് പോകും. അതേസമയം നമ്മളൊരു കാര്യം ഒന്ന് പ്ലാനിങ്ങിലൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും രാത്രി കിടക്കാൻ നേരത്ത്, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ളത്. അതിലുപരി നമ്മുടെ ലൈഫ് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കും. സോ ഇത് കാണുന്ന എല്ലാവരും തന്നെ ഇതുവരെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 2-3 ഡേയ്സെങ്കിലും നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. എപ്പോഴും പ്ലാനിങ് പോലെയൊന്നും ലൈഫ് പോവില്ല, അത് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അറിയാം. പക്ഷേ ഒരുപാട് ദിവസങ്ങളിൽ അങ്ങനെ പോകാൻ പറ്റുന്ന ദിവസങ്ങളുണ്ട്. എസ്പെഷ്യലി വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇപ്പോൾ വീട്ടിലുള്ള അമ്മമാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും പ്ലാനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈവൻ ഒരു പച്ചക്കറി തീർന്നത് വാങ്ങുന്നത് പോലും നമ്മുടെ ടു ഡു ലിസ്റ്റിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. സോ എല്ലാവരും പ്ലാൻ ചെയ്യൂ, ടു ഡു ലിസ്റ്റുകൾ ഉണ്ടാക്കൂ, നമുക്ക് ഒന്നിച്ച് വളരാം. ആൻഡ് താങ്ക് യു ഫോർ ദ ഓൾ ലവ് ആൻഡ് സപ്പോർട്ട്. ഈ ചാനലിൽ തരുന്ന എല്ലാ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. സോ നാളെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.